അഴിച്ചു മാറ്റണം, നെറ്റിയിലെ ചന്ദനക്കുരി തുടച്ചു മാറ്റണം. 2, മുസ്ലിം പേര് സ്വീകരിക്കണം, ഷഹാദ സ്വീകരിക്കണം, ഹലാൽ ഫുഡ് കഴിക്കണം, അമുസ്ലിം മാതാപിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടണം. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കപ്പെടുവാണ്. നമ്മുടെ നാടിന്റെ അപകടകരമായ ഒരു സാഹചര്യം നമുക്ക് അതിലൂടെ മനസ്സിലാകും. തലയ്ക്കകത്തൊരു അല്പമെങ്കിലും വെളിവുള്ളവർക്ക് അത്രയും കാര്യങ്ങൾ തന്നെ മതിയാകും മനസ്സിലാക്കാൻ. ഇനിയും എം അക്ബറിന്റെ പീസ് സ്കൂളിൽ പഠിപ്പിക്കുന്ന പാഠഭാഗം കേൾക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം. കാരണം അങ്ങനെ ഒരു കാര്യമേ ഇല്ല. നുണ ചെലക്കാതെ എന്ന് താജുദ്ദീൻ, അവിടെ നിൽക്കടാ, നീയൊക്കെ എവിടെ പോണത്, നീ അവിടെ നിൽക്ക്, ഇത് കേട്ടിട്ട് ഉറങ്ങിയാൽ മതി. രാജ്യത്തിന്റെ അപകടകരമായ പോക്കിന് കാരണം നീയൊക്കെയും നിന്റെയൊക്കെ തീവ്രവാദവുമാണെന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് മനസ്സിലാക്കണം. നിയാസി ജാമിദ പ്ലീസ് ചേഞ്ച് യുവർ നെയിം. അപ്പോൾ അറിയാം നിനക്ക്. ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ എടാ അത് ഒരാളുടെ സ്വകാര്യതയാണെടാ, വ്യക്തിപരമാണെടാ, അതെങ്കിലും മനസ്സിലാക്കുക. തലയ്ക്കകത്ത് കളിമണ്ണും വെച്ചുകൊണ്ട് നടക്കുന്ന റാസ്കലുകളൊക്കെ ഇവനൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ? എന്റെ സൗകര്യമാടാ എനിക്ക് ഇഷ്ടമുള്ള പേര് സ്വീകരിക്കല്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള എത്ര പേരാടാ പേരുകൾ മാറ്റിയിട്ടുള്ളത്? അപ്പോ എം അക്ബറിന്റെ പീസ് സ്കൂളില് 7 വയസ്സുകാരനെ പഠിപ്പിക്കുന്ന പാഠഭാഗം കേട്ടോ. 2ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന പുസ്തകമാണ്. നിങ്ങളുടെ സുഹൃത്ത് മുസ്ലിം ആകാൻ തീരുമാനിച്ചാൽ നിങ്ങൾ നൽകുന്ന ഉപദേശം എന്ത്? 1, ഉടൻ അഹമ്മദ് അല്ല അല്ലെങ്കിൽ സാറ എന്ന പേര് മാറ്റുക. കഴുത്തിലിട്ടിരിക്കുന്ന കുരിശ് നീക്കാൻ പറയുക. ഷഹാദ പഠിക്കാൻ പറയുക. അമുസ്ലിം മാതാപിതാക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ പറയുക. 5, ഹലാൽ ചിക്കൻ കഴിക്കാൻ പറയുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനല്ല, മറിച്ച് ഇത് ഓർഡറിലാക്കുക, ഇത് ക്രമപ്പെടുത്തുക എന്നാണ് കുട്ടികളോട് ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ നിർദ്ദേശിക്കുന്നത്. ആദ്യം പറയുന്നത് ചൂസ് ചെയ്യാനാണ്. യഥാർത്ഥത്തിൽ ആ ആക്ടിവിറ്റി എന്നുള്ള രൂപത്തിൽ നിർദ്ദേശിക്കുന്നതിന് ആ 5 കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ഓപ്ഷൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ഹലാൽ ചിക്കൻ. 2ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന പുസ്തകമാണ്. നിങ്ങളുടെ സുഹൃത്ത് മുസ്ലിം ആകാൻ തീരുമാനിച്ചാൽ നിങ്ങൾ നൽകുന്ന ഉപദേശം എന്ത്? 1, ഉടൻ അഹമ്മദ് അല്ല അല്ലെങ്കിൽ സാറ എന്ന പേര് മാറ്റുക. കഴുത്തിലിട്ടിരിക്കുന്ന കുരിശ് നീക്കാൻ പറയുക. ഷഹാദ പഠിക്കാൻ പറയുക. അമുസ്ലിം മാതാപിതാക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ പറയുക. 5, ഹലാൽ ചിക്കൻ കഴിക്കാൻ പറയുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനല്ല, മറിച്ച് ഇത് ഓർഡറിലാക്കുക, ഇത് ക്രമപ്പെടുത്തുക എന്നാണ് കുട്ടികളോട് ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ നിർദ്ദേശിക്കുന്നത്. ആദ്യം പറയുന്നത് ചൂസ് ചെയ്യാനാണ്. യഥാർത്ഥത്തിൽ ആ ആക്ടിവിറ്റി എന്നുള്ള രൂപത്തിൽ നിർദ്ദേശിക്കുന്നതിന് അവരുടെ തന്നെ ടീച്ചേഴ്സ് മാനുവൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. പാഠപുസ്തകം പറയുന്നു put the above advice in correct order and explain the reason to the class. അതില് അവർക്ക് ഞാനതാണ് പറഞ്ഞത് ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. ഇൻഅപ്രോപ്രിയേറ്റ് മാത്രമല്ല, ഇത് 8 വയസ്സുള്ള ഒരു കുട്ടിയെ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഒരു സുഹൃത്ത് 8 വയസ്സുള്ള ഒരു കുട്ടിക്ക് എങ്ങനെയാണ് മതം മാറാൻ തോന്നുന്നത് എന്നുള്ളത് ആദ്യത്തെ വിഷയം. പോകട്ടെ, ഇനി അങ്ങനെ ഒരു കുട്ടിക്ക് ആഗ്രഹം തോന്നിയാൽ വേറൊരു കുട്ടി കൊടുക്കേണ്ട ഉപദേശങ്ങളിൽ ഏത് ഉപദേശമാണ് ശരി? അതാണ് പറയുന്നത്. അതിന് ഷഹാദ പഠിപ്പിക്കാൻ വേണ്ടി ഇവരിട്ട ഒരു ആക്ടിവിറ്റിയാണ്. ആ ആക്ടിവിറ്റിയുടെ ലക്ഷ്യം ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഇസ്ലാമിൽ 5 സ്തംഭങ്ങളാണ് ഇസ്ലാമിനുള്ളത്. 1ാമത്തെ സ്തംഭം ഷഹാദയാണ്, അഥവാ അള്ളാഹു അല്ലാതെ ആരാധനയില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇത് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് പറയണം എന്നാണ്. അല്ലെങ്കിൽ 2ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യമാണ്. മദ്രസയിൽ ഞങ്ങൾ 1ാം ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. മദ്രസയിൽ മതമാറ്റമാണോ പഠിപ്പിക്കുന്നത്? അല്ല, മദ്രസയിൽ ഒരാള് ഒരു മതമാറ്റം പഠിപ്പിക്കണ്ടല്ലോ. മതമാറ്റത്തെ കുറിച്ചാണ്. അല്ല, ഒരു കുട്ടി മതം മാറാൻ ആഗ്രഹിച്ചാൽ വേറൊരു കുട്ടി എന്ത് ഉപദേശം കൊടുക്കും എന്നുള്ളതാണ് ഇതിലെ കോണ്ടെക്സ്റ്റ്. അതെ, മതം മാറുക എന്ന് പറയുമ്പോൾ ഒരാൾ മുസ്ലിം ആണെങ്കിൽ നമസ്കരിക്കണം എന്നില്ലേ? ഒരാൾ മുസ്ലിം ആകാൻ എന്ത് ചെയ്യണമെന്ന് സ്വാഭാവികമായിട്ടും അറിയണ്ടേ? അത് 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും കുട്ടികൾ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എന്നൊക്കെ ചിന്തിക്കുകയും ഒരാൾ മുസ്ലിം ആകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ട പ്രായം അതാണോ? അല്ല, തീർച്ചയായും ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, 2ാം ക്ലാസ്സിൽ ഒരു കുട്ടിയെ ഈ രൂപത്തിൽ മതം മാറ്റം ഒരു സുഹൃത്ത് മതം മാറാൻ ആവശ്യപ്പെട്ടാൽ എന്ന് രൂപത്തിൽ പഠിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. 2ാം ക്ലാസ്സിൽ മതം മാറ്റം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. അല്ല, ഇത് ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വർഗീയത ഉണ്ടാക്കുന്നതല്ല. അല്ല, വർഗീയത ഞാൻ പറയാം. ഇതാ അതിൽ പറഞ്ഞിരിക്കുന്ന, അതായത് കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ വെക്കുക എന്നുള്ള നിർദ്ദേശങ്ങളിൽ 1 കഴുത്തിലെ കുരിശ് നീക്കുക, വേറൊന്ന് അമുസ്ലിം മാതാപിതാക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെടുക. ഇതൊക്കെ എന്ത് തരത്തിലുള്ള ഉപദേശം? അതാണ് പറഞ്ഞത്. അത് അവരുടെ, ഞാൻ പറഞ്ഞല്ലോ ഇൻഅപ്രോപ്രിയേറ്റ് ആണ്, ശരിയല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അത് പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പഠിപ്പിച്ചിട്ടില്ല എന്നെങ്ങനെ പറയും? ഞാൻ പറയുന്നത് പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ സ്കൂളിലെ റെക്കോർഡ്സ് ഒക്കെ എല്ലാവർക്കും പരിശോധിച്ചാൽ അങ്ങനെ ഒരു പാഠപുസ്തകം ഞങ്ങളല്ലല്ലോ ഈ പാഠപുസ്തകം തെരഞ്ഞെടുത്ത പുസ്തകമാണ്. ഓൾറെഡി മാർക്കറ്റിലുള്ള ഒരു പുസ്തകം. ആ പുസ്തകം ഞങ്ങൾ സെലക്ട് ചെയ്യും. മാർക്കറ്റിൽ എന്തൊക്കെ പുസ്തകങ്ങൾ കാണും അതൊക്കെ ഒരു സ്കൂളിലേക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെയല്ല, ഇസ്ലാം സ്റ്റഡീസിൽ അതിൽ കുഴപ്പമില്ല എന്ന് തോന്നിയ ഒരു പുസ്തകം തീർച്ചയായും ഇപ്പോ CBSE പുറത്തിറക്കിയ പുറത്തിറക്കിയതല്ല, അല്ല, CBSEയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ CBSEന്റെ കരിക്കുലം അനുസരിച്ച് തന്നെ പുറത്തിറക്കുന്ന മറ്റു പുസ്തകങ്ങളിൽ
ഇതേപോലെയുള്ള ഇങ്ങനെയല്ല മറ്റു രൂപങ്ങളിലുള്ള അബദ്ധങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ അബദ്ധങ്ങൾ ഒഴിവാക്കി വെച്ചിട്ട് തന്നെയാണ് എല്ലാവരും പഠിപ്പിക്കുക. അതല്ലെങ്കിൽ പെൻസിആർടി തന്നെ പുറത്തിറക്കുന്ന പുസ്തകങ്ങൾ, ഇപ്പൊ കേരള ഗവൺമെന്റ് പുറത്തിറക്കിയ പുസ്തകങ്ങൾ, മുമ്പ് ഉള്ള പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങളിൽ കേരള ഗവൺമെന്റിന് പാഠഭാഗം പിൻവലിക്കേണ്ടി വന്നിട്ടില്ലേ? അല്ല, ഇത് വിവാദമല്ലല്ലോ. രാഷ്ട്രീയം മാത്രമല്ല അത് സെയിം ആയിട്ടുള്ള സമാനമായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് അല്ലല്ലോ. ഇവിടെ മതവിദ്വേഷം ഉണ്ടാക്കുന്നു. ഒരു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന 8 വയസ്സുള്ള കുട്ടിയോട് നിന്റെ അടുത്ത സുഹൃത്തിനോട് അല്ലെങ്കിൽ മറ്റൊരു മതവിശ്വാസിയായ ആളുടെ പേര് മാറ്റാൻ, അവന്റെ അമുസ്ലിമായ മാതാപിതാക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ, കഴുത്തിലെ കുരിശ് നീക്കാനൊക്കെ ആവശ്യപ്പെടുന്നത് ഉണ്ടല്ലോ. ഇതില് അത് ആവശ്യപ്പെടുന്നു എന്നുള്ള നിങ്ങളുടെ വ്യാഖ്യാനമല്ലേ? ശരിയായ ഓർഡറിൽ എഴുതുക. ഇതൊന്നുമല്ല ചെയ്യേണ്ടത്. നിങ്ങളൊന്നുമല്ല ചെയ്യേണ്ട ഒരു ഓപ്ഷൻ അതിലില്ലല്ലോ. ഉണ്ടല്ലോ. അതാണല്ലോ ടീച്ചേഴ്സ് മാനുവൽ ഉള്ളത്. ടീച്ചേഴ്സ് മാനുവൽ പാഠപുസ്തകവും വ്യത്യസ്തമാകുന്നത്. അതെ, ടീച്ചേഴ്സ് മാനുവലിൽ വളരെ ക്ലിയർ ആയി അവർ ചെയ്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഇതൊന്നുമല്ല, മറിച്ച് ഷഹാദ പഠിപ്പിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ഇതിൽ ഏറ്റവും ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷന് പിന്നെ മാതാപിതാക്കളിൽ നിന്ന് പിന്നെ മാറി നിൽക്കുക എന്നതാണ്. അത് ശരിയായ ഓപ്ഷൻ അല്ല. അത് കുട്ടികൾക്ക് പ്രത്യേകം പഠിപ്പിക്കണം. ഇതെല്ലാം ടീച്ചേഴ്സ് മാനുവലുണ്ട്. ഒന്നാമത്തെ പോസിറ്റീവായ സംഘങ്ങൾ നോക്കൂ. നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഇന്റിമേറ്റ് ഫ്രണ്ട്, ഒരു മുസ്ലിം അല്ലാത്തൊരു കുട്ടി ഇന്റിമേറ്റ് ഫ്രണ്ട് ആകാം എന്ന വലിയൊരു മെസ്സേജ്. അതോടൊപ്പം കേരളം പോലൊരു സംസ്ഥാനത്ത് അങ്ങനെ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ലോ ഇന്റിമസി. അതന്നെയാണ് പറയുന്നത്. അത് പുതുതായി പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുവരെ അങ്ങനെയായിരുന്നു. കേരളത്തിൽ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഉള്ള അർത്ഥത്തിലല്ല സൗഹൃദം ഉണ്ടായിട്ടുള്ളത്. ഒരാളുടെ അടുത്ത ഒരു മുസ്ലിം കുട്ടിയുടെ അടുത്ത സുഹൃത്ത് വേറെ മതസ്ഥരായ കുട്ടികൾ ആകാതിരിക്കാം. ഇതൊക്കെ സ്വാഭാവികമായി പുതുതായി പഠിപ്പിക്കേണ്ട ഒരു കാര്യം. തീർച്ചയായും ആ സ്വാഭാവികത നിലനിൽക്കേണ്ടതുണ്ടല്ലോ. ഈ കേരളത്തിൽ മാത്രം പഠിപ്പിച്ച പുസ്തകം അല്ലല്ലോ ഇത്. ഇന്ത്യയിലേക്ക് മറ്റു പല സ്ഥലങ്ങളിലേക്കും നമുക്കറിയാവുന്നതുപോലെ റിലീജിയന്റെ ബേസിസിൽ സെഗ്രിഗേഷൻ നിലനിൽക്കുന്ന, പോളറൈസേഷൻ നിലനിൽക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലും ബോംബെയെ പോലുള്ള ബോംബെയിൽ നിന്നാണല്ലോ ഇതിന്റെ പബ്ലിക്കേഷൻ. അതിന്റെ ഒരു പ്രിമൈസ് കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ല, അപ്പോൾ ഏതൊക്കെ സ്കൂളുകളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് പ്രശ്നമാണ്. ഇത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഒരു സ്കൂൾ, ചക്രപ്പറമ്പിലെ സ്കൂളിൽ മാത്രമല്ല പല സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഒന്നാമത്തെ കാര്യം. മാത്രമല്ല, മറ്റു പാഠപുസ്തകങ്ങളിൽ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം തെറ്റാണ്, എന്തുകൊണ്ട് മുസ്ലിങ്ങൾ യുദ്ധം ജയിക്കുന്നു, അത് അള്ളാഹുവിന് വേണ്ടിയുള്ള യുദ്ധമായതുകൊണ്ടാണ്. ഇമ്മട്ടിലുള്ള പ്രബോധനം ശരി, താങ്കൾക്ക് ഒരു മതപ്രബോധകൻ എന്നുള്ള നിലയിൽ നടത്താം, പക്ഷേ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഇതാണ് ചോദ്യം. അലി യൂട്യൂബിൽ ഇരുന്ന് പ്രസംഗിക്കാണ്ട് തുറന്ന സംവാദത്തിന് തയ്യാറുണ്ടോ? 100 വട്ടം തയ്യാറാണ്. അലി തയ്യാറുണ്ടോ? അലി തയ്യാറാണോ? ഞാൻ ഇന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം. നാളെ നമുക്കൊരു സ്ട്രീം യാർഡിൽ ഡിബേറ്റ് വെക്കാം. ഞാൻ തയ്യാറാണ്. നിങ്ങൾ തന്നെ വരണം കേട്ടോ. അലി വരും. ഈ വിഷയത്തെ സംബന്ധിച്ച് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. എന്താണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നത്? ഞാനും 10-16 വർഷം പഠിപ്പിച്ചതാ. അപ്പോ അലി വായോ. എവിടെ? അലിയെ കാണാനില്ലല്ലോ. ഒരുപാട് തവണ പേസ്റ്റ് ചെയ്ത പോസ്റ്റ് ആണല്ലോ. ഇപ്പൊ കാണുന്നില്ലല്ലോ അലിയുടെ. അലി വായോ. പോകല്ലേ, പിണങ്ങി പോകല്ലേ. ഞാൻ റെഡിയാണ് അലി. അലി ഇനിയും ഫേക്ക് ഐ ഡി ആണോ റിയൽ ഐ ഡി ആണോ ഒന്നും അറിയില്ല. അലി ചോദിച്ചു, യൂട്യൂബിൽ ഇരുന്ന് പറയാതെ തുറന്ന സംവാദത്തിന് 100 വട്ടം തയ്യാറാണ്. വായോ. റെഡിയാണോ? അയ്യോ, അലി പോയോ? ഇത്രേ ഉള്ളൂ ഇവരൊക്കെ. ഞാൻ റെഡിയാണ്. ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് കോഴിക്കോട് സംഘടിപ്പിച്ചെടുത്ത് വെച്ചിട്ടാണ് സംവാദത്തിന് ചാലഞ്ച് ചെയ്തത്. ഒരു പേടിയുമില്ല. നിങ്ങളുടെ ഈ പുസ്തകങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം ഒരു ഭയവുമില്ല. അലിയെ കണ്ട ആളുകളൊന്ന് പറഞ്ഞേക്കണേ. ഞാൻ റെഡിയാണെന്നൊന്ന് പറഞ്ഞേക്കണേ. എപ്പോഴെങ്കിലും പിന്നീട് അലി ഒരു കമന്റ് ഇട്ടോ നോക്കിക്കേ. ചാറ്റ് ബോക്സിൽ അലി ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കേ. വിശാല അമ്മയെ സെക്സി അമ്മയെന്നാ വിളിക്കുക. ശരി, അലി പോയി. ഞാൻ അലിയെ വെയിറ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. മനസ്സിലായ? ഇവര് പറയാൻ വളരെ എളുപ്പമാണ്. ഇവർക്ക് ധൈര്യമുണ്ടോ? സംവാദത്തിനുണ്ടോ? സംവാദവുമായി മുട്ടുമ്പോ അറിയാം ഇവിടെ ഒരു പേടിയും ഇല്ല. ഇൻഷാ അല്ലാഹ് അലി അങ്ങനെ പറഞ്ഞാ പോരാ. നാളെ സ്ട്രീം യാർഡിൽ ഞാൻ തയ്യാറാണ്. 7 മണി മുതൽ ഡിബേറ്റ് ആരംഭിക്കുന്നു. തയ്യാറാണ്. ഞാനിന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാം. ആ ഷെഡ്യൂൾ ചെയ്ത് അതിന്റെ ലിങ്ക് വിട്ടുതരാം. റെഡി ആണെങ്കിൽ പറഞ്ഞു. അലി ഇവരൊക്കെ സംവാദവുമായി മുട്ടിയാല് എത്രത്തോളമാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോ
ഖുർആനിനെ ഇവർ മതപഠനത്തിന്റെ ഭാഗമായി കുറച്ച് ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത്. അതിന്റെ ഫലമായി ഭക്ഷണത്തിലടക്കം, വസ്ത്രത്തിലടക്കം, സൗഹൃദത്തിലടക്കം, ആഘോഷങ്ങളിലടക്കം, എന്തിനേറെ ഒന്ന് വിഷ് ചെയ്യുന്നതിലടക്കം മതം കയറി വന്നു. എല്ലായിടങ്ങളിലും മതം കടന്നു വന്നു. ഈ വർഗീയ വിഷം ഇസ്ലാമിസ്റ്റുകള് ഫ്രാൻസിലും കൊണ്ടുപോയി കലക്കാൻ ശ്രമിച്ചു. നമ്മുടെ നാട്ടിലെ എങ്ങനെയാണ് ഇവരെന്ന് നമ്മളിപ്പോ അറിയാലോ. മദ്രസകളുടെ സിലബസ് നിർണയിക്കാൻ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് ധൈര്യമുണ്ടാവും? മതേതര മുസ്ലിങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു മുന്നോട്ട് വരുമോ? മദ്രസകളിൽ ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ രാമായണവും ഭഗവത്ഗീതയും ബൈബിളും ഒക്കെ പഠിപ്പിക്കട്ടെ എന്ന് പറയാൻ ആരെങ്കിലും മുന്നോട്ട് വരുമോ? അതല്ലെങ്കിൽ മതം പഠിപ്പിക്കണ്ട എന്ന് പറയാൻ ആരെങ്കിലും മുന്നോട്ട് വരുമോ? ഒരു പക്ഷേ ഇനിയും ഒരു 10 വർഷം കൂടെ മാത്രമേ ഇത്തരം തീവ്രവാദങ്ങൾക്ക് ആയുസ് ഉണ്ടാകൂ ഈ ഇന്ത്യയിൽ. ഫ്രാൻസിനെ പോലെ നട്ടെല്ലുള്ള ഭരണാധികാരികൾ നിവർന്നു നിന്ന് പറയും, മതം നിന്റെയൊക്കെ വീടുകളിലായിക്കോ, ഇവിടത്തെ രാജ്യത്ത് ഈ രാജ്യത്ത് എങ്ങനെ പോകണമെന്ന് ഞങ്ങളുടെ ഭരണഘടന അനുസരിച്ച് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചോളാം. മദ്രസകളുടെ മതപഠനം, അതിന്റെ സിലബസ് കൃത്യമായി മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്നും ആ പഠിപ്പിക്കുന്ന അധ്യാപകർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്നും നിർവചിക്കാൻ ഇവിടെയുള്ള അമുസ്ലിങ്ങൾ അടക്കം സകലമാന സംഘടനകളും ഒരുമിച്ച് നിന്ന് ആവശ്യപ്പെട്ടാൽ നമ്മുടെ രാജ്യം അതിന് തയ്യാറാകും. പക്ഷേ പൂച്ചയ്ക്ക് ആരും മണി കെട്ടും. മനസ്സിലായ? ആ ബഹുദൈവ വിശ്വാസിയെ പതിയിരുന്നിട്ടാണെങ്കിലും നിങ്ങൾ കഴുത്ത് വെട്ടണം എന്ന പാഠഭാഗമാണോ അത്തരം ഖുർആൻ വചനങ്ങൾ? 9:5 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലെ 5-ാമത്തെ വചനങ്ങളാണോ നിങ്ങൾ ഈ കുഞ്ഞുമക്കളുടെ ഹൃദയങ്ങളിലേക്ക്, തലച്ചോറുകളിലേക്ക് പകർന്നു കൊടുക്കുന്നത്? ക്രിസ്ത്യാനിയെയും ജൂതനെയും നശിപ്പിക്കാനുള്ള വാക്കത്തികളാണ് നമ്മളെന്നാണോ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഇന്ത്യയിൽ ഇതൊക്കെ ക്രിമിനൽ കുറ്റങ്ങളാണ് എന്ന് ഈ മക്കൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പൊതുവിദ്യാഭ്യാസ രംഗത്തുള്ള ആളുകൾ കൗൺസിലിംഗിൽ തയ്യാറാകുമോ? ഈ മുസ്ലിങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഒരു പക്ഷേ മതം എന്താണ് എന്ന് മനസ്സിൽ ഉറച്ചിട്ടില്ലാത്ത പൈതലുകളെയെങ്കിലും ഈ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ തീവ്രതയിൽ നിന്നും മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഒരു 9കാരൻ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഇല്ലാതാക്കാനുള്ള കാലനാണ് ഞാൻ എന്ന കുഞ്ഞ് തന്നെ ഉറപ്പിക്കുമ്പോൾ, ആ കുഞ്ഞിനെ ഇവര് പഠിപ്പിക്കുമ്പോൾ അതിനെ എതിർക്കുന്ന ആ സമയത്ത് തന്നെ മറ്റൊരു കൊച്ചു പെൺകുട്ടിയെ മുന്നിൽ നിർത്തി അതേ രൂപത്തിലുള്ള മുദ്രാവാക്യം മുഴക്കാൻ ഇവിടെയുള്ള സംഘടനകൾക്ക് ധൈര്യം വരുന്നത് ജനാധിപത്യം അവരുടെ പോക്കറ്റിലാണ് എന്ന ഒരു ധാരണ അവർക്കുള്ളത് കൊണ്ടാണ്. അത് മാറണം. ഫ്രാൻസിലെ മുസ്ലിങ്ങൾ അടങ്ങിയതുപോലെ യൂറോപ്പിലെ അഭയാർത്ഥികളായി വന്ന ആളുകളുടെ തലച്ചോറിലേക്ക് മതം എന്ന അപകടകരമായ ലഹരി ബാധിച്ചതിനെ ഇറക്കാൻ എന്താണോ യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീകരിച്ച നയം, അതൊന്നും ഈ സ്വതന്ത്ര ഭാരതവും കണ്ടുപഠിക്കണം. ശരീഅത്ത് നിയമം വേണമെന്നാവശ്യപ്പെട്ട് കുറേയധികം ആളുകൾ ലണ്ടന്റെ തെരുവുകളിൽ മുദ്രാവാക്യം വിളിച്ചു. അന്ന് മാത്രമേ ആ മുദ്രാവാക്യത്തിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിച്ച് മനുഷ്യൻ സ്വസ്ഥമായി ജീവിച്ചിരുന്ന രാജ്യങ്ങളിലേക്ക് ഇവർ ഇരച്ചു കയറി. അവര് ഭക്ഷണം കഴിക്കുന്നിടത്തും ജോലി കഴിഞ്ഞാൽ ഒരല്പം വിശ്രമിക്കാനിരിക്കുന്ന സ്ഥലത്തേക്കുമൊക്കെ ഇവർ കയറി ചെന്നു. അല്ലാഹു അക്ബർ എന്ന് വിളിച്ചാൽ ഉടനെ ജനങ്ങൾ ഭയചകിതരായി ഓടുന്നു. ഈ കേരളക്കരയിലും അതെ. മനുഷ്യന്റെ സ്വകാര്യതകളിലേക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും പുറമെ രാഷ്ട്രത്തിന്റെ ഭരണകാര്യങ്ങളിൽ വരെ ഇവര് ഇടപെടാൻ തുടങ്ങിയപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മനസ്സിലായി, ജനങ്ങളെ ഇതിനെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തിയിട്ടില്ലെങ്കിൽ അഭയാർത്ഥികളായി വന്ന ആളുകൾ ഇവിടത്തെ അധികാരികളാകുകയും നമ്മുടെ നാട് മതഭ്രാന്തിന് വഴിമാറി കൊടുക്കുകയും ചെയ്യേണ്ടി വരുമെന്ന് മനസ്സിലായി. കാരണം അതേ അവസ്ഥ അപകടകരമായ അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ യൂറോപ്പിന് അറിയാം. ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് മാറണമെന്ന് അവർ തീരുമാനിച്ചു. ഡെൻമാർക്ക്, ഫ്രാൻസ്, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾ എന്താണോ ഈ നവ ഫാസിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ഈ അഭയാർത്ഥികൾ ആ രാജ്യത്ത് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്ക് ഏത് രൂപത്തിലുള്ള നിലപാടുകളാണോ സ്വീകരിച്ചത് എന്ന കാഴ്ച അവർ കണ്ടു.
യൂറോപ്പും ഇപ്പോൾ അതേ രൂപത്തിൽ ഇസ്ലാമിന്റെ മൂക്കിൽ പഞ്ഞിവെക്കുന്ന തിരക്കിലാണ്. ഫ്രാൻസിലെ മരിയ ലീ പെന്നിനെ പോലെയുള്ള ഈ നവ ഭീകരരുണ്ടല്ലോ, അവരൊക്കെ വലിയ രാഷ്ട്രീയ കക്ഷിയായി മാറിക്കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ പോലും അവര് മത്സരിക്കാമെന്നുള്ള ഒരു കക്ഷിയായി മാറിക്കഴിഞ്ഞപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് മനസ്സിലാക്കി, നാളെ എന്റെ കസേരയിൽ അഭയാർത്ഥികളായിട്ടുള്ള ആളുകൾ വന്നിരുന്ന് അല്ലാഹു അക്ബർ മുഴക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ആ സമയത്ത് എന്റെ രാജ്യം ഏതവസ്ഥയിലാകുമെന്ന് അവർ ഭയപ്പെട്ടു. പോളണ്ടിലെ ഒരു MP ആയ ഡൊമിനിക് താർസിൻസ്കി അയാൾ പറഞ്ഞത്, ഞങ്ങൾ 2 മില്യൺ ഉക്രൈൻ അഭയാർത്ഥികളെ സ്വീകരിച്ചു, പക്ഷേ ഒറ്റ മുസ്ലിങ്ങളെ പോലും ഞങ്ങൾ സ്വീകരിച്ചില്ല, അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. മനസ്സിലായോ? അവര് പഠിച്ചു.